പരിപ്പുരുണ്ട കുഴമ്പ് പണ്ട് കാലത്തിലേരുந்தே பாட்டிமாரும் ഉണ്ടാക്കിட்டு வரப்பட்ட ஒரு ட்ரெடிஷ்னல் ரெசிபியாக்கும் அது எப்படியாக்கும் பண்ணுறது பார்க்கலாம். அதுக்கு துவரப்பருப்பு 1 கப்பு எடுத்து நல்லா வாஷ் பண்ணி அதில் ஒரு 2 கப்பு ஜலமும் விட்டு 1 மணிக்கூர் ஊற வைக்கிறது. அதே சமயத்தில் ஒரு சின்ன எலுமிச்சம்பழ சைஸிലുള്ള പുളിയും ഉഴുത്തി വെച്ച് വിടുறது. കുതിർന്ന പരിപ്പ് ഒന്നും കൂടെ നന്നായി വാഷ് பண்ணிட்டு അതിൽ വെള്ളത്തെ നന്നായി ഡ്രെയിൻ பண்ணி കളഞ്ഞിടണം. അത് 3 കാഞ്ച മുളക് കൂടെ ചേർത്ത് கொஞ்சம் തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ പോരും മിക്സിയിൽ. വേറെ ജലമൊന്നും വിടപ്പെടാതെ നമുക്ക് പിടിച്ചാൽ പിടി കൂടം വേണം, ரொம்ப മഷി പോലെ അരയ്ക്കവും വിടാതെ ഇതുപോലെ തരിതരിപ്പായി അരച്ച് നമുക്കിപ്പം ബോൾ ഉരുട്ടപ്പോൾ തന്നെ നന്നായി ഉരുണ്ട് കിടക്കും. അന്ത പരുവത്തിൽ അരച്ചെടുക്കരുത്. അതിൽ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും തേവയ്ക്കാന ഉപ്പും കൂടെ ചേർത്ത് നന്നായി മിക്സ് பண்ணி ചിന്ന ബോൾസായിട്ട് ഒരു ചിന്ന നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾസായിട്ട് ഉരുട്ടിയെടുത്താൽ പോരും. ரொம்ப பெரிய பால்ஸ் ஆக்கണ്ട. നമുക്കത് തിളപ്പിച്ചെടുക്കുമ്പോൾ ഉള്ളു വേഗറതുக்கு പാടാവും. ചിന്ന ചിന്ന ഉരുണ്ടയായിട്ട് ഇതുപോലെ ഉരുട്ടി മാറ്റി വയ്ക്കരുത്. ഉരുട്ടുമ്പോൾ അത് സോഫ്റ്റായിരിക്കും, അത് പരവായില്ല. ബോൾസ് ഓൾമോസ്റ്റ് ഒരേ സൈസിൽ ഉരുട്ടപ്പായിരുക്കും. എല്ലാ ബോൾസും ഉരുട്ടിയെടുത്താച്ച് ഇനി നമ്മൾ ഉമിഴ്ത്തി വെച്ചിരിക്കപ്പെട്ട പുളിയിൽ ജലം വിട്ട് നന്നായി அந்த புளியோட இது പിഴിஞ்சെടുക്കരുത്. 3 മുതൽ 4 കപ്പ് വരെ ജലം വിട്ട് നമുക്ക് அந்த പുളിയിലുള്ള മുഴുവൻ സത്തും പിഴിஞ்சെടുക്കല. ഇത് കൈവച്ച് ഇതുപോലെ അരിക്കറതുக்கு പകരം വേണമെന്നാൽ സ്ട്രെയിനർ വേണമെന്നാലും യൂസ് பண்ணல. എന്നിട്ട് നന്നായി തിളപ്പിക്ക് വെക്കരുത്. അതിൽ ഒരു 1/2 സ്പൂൺ മഞ്ഞൾത്തൂൾ, 1/2 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ 3 ടീസ്പൂൺ സാമ്പാർ പൊടി. ഇത് ആത്തിൽ പൊടിച്ച സാമ്പാർ പൊടിയാക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുക. ഒരു ചിന്ന പീസ് വെല്ലം, തേവയ്ക്കാന ഉപ്പും കൂടെ ചേർത്ത് നന്നായി തിളപ്പിക്ക് വെക്കരുത്. എന്താ ജലം നന്നായി തിളച്ചതിന് ശേഷം ഒരു മീഡിയം തീയിൽ അതെന്താ കുറച്ച് വെച്ചിട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കപ്പെട്ട ഉരുണ്ട ഇതിൽ ചേർക്കല. ഉരുണ്ടയെ ചേർത്ത ഉടനെ നമ്മളിത് കിളറപ്പെടാതെ അത് ഉരുണ്ട തന്നെത്താനെ ഒന്ന് പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം നമ്മൾ ആപ്പയെ വെച്ച് അതിൽ കിളറപ്പെടും. ഇല്ലാട്ട് തന്നെ ഉരുണ്ട പൊടിഞ്ഞു പോവും. അതൊന്ന് ബലം പിടിച്ചിട്ട് തന്നെ നമ്മളത് ഒന്നുകിൽ കിളറപ്പെടും, ഇല്ലാട്ട് തന്നെ ഉരുണ്ട താനെ പൊങ്ങി വരും. പൊങ്ങി വന്നതിന് ശേഷം നമ്മളത് കിളറിനാൽ പോരും. ഇത് അടിയിലൊന്നും പിടിക്കാതെ ഉരുണ്ടയെല്ലാം പോട്ട് കുഴമ്പ് നന്നായി കൊഞ്ചം കഴിയുമ്പോൾ നമുക്ക് പാത്താ തെരിയും. ഉരുണ്ട തന്നെത്താനത് ഇതുപോലെ പൊങ്ങി വന്നിരിക്കും. എന്നിട്ട് അത് നന്നായി ബോയിൽ பண்ணരുത്. ഒരു 10 മുതൽ 15 നിമിഷം വരെ അത് നന്നായി ബോയിൽ பண்ணி എടുത്താൽ പോരും. அந்த സമയത്തിൽ இந்த ഉരുണ്ടയെല്ലാം നന്നായി വെന്തിരിക്കുകയും ചെയ്യും. இந்த കുഴമ്പ് ഇനി കൊഞ്ചം കൂടെ കുറുകി വേണം എന്നുണ്ടെന്നാൽ ഒരു 5 നിമിഷം കൂടെ നിങ്ങൾ ബോയിൽ பண்ணுங்க. നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും இந்த പരിപ്പ് ഇരിക്കുന്നത് കാരണം இந்த കുഴമ്പോടെ ജലം കൊഞ്ചം കൂടെ ഒന്ന് കട്ടിയാവും. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് താളിപ്പും കൂടെ ചേർക്കല. അപ്പോൾ തേങ്ങ എണ്ണയൊക്കെ എടുത്തിരിക്കാൻ കടുകും ഉലുവയും കൂടെ ചേർത്ത് താളിപ്പ് ചേർത്ത ഉടനെ അതൊന്ന് അടച്ച് വെക്കണം 2-3 മിനിറ്റ്. എന്താ മണമെല്ലാം എന്താ കുഴമ്പിലെല്ലാം കടക്കകത്ത് കേൾക്കും. എന്നിട്ടും ഒരു 3 നിമിഷം കഴിഞ്ഞ് നമ്മളത് നന്നായി മിക്സ് பண்ணி എടുത്ത് നമുക്ക് ചായത്തോടെ കൂടെ എല്ലാം നമുക്കിത് സെർവ് பண்ணല. ரொம்ப ட்ரெடிஷ்னலாയിട്ട് പണറതിൽ ഇതിൽ വെങ്കായം ഒന്നും പോട്ടിട്ടില്ല. അതിൽ പാട്ടിയും അമ്മയും എല്ലാം ഇതുപോലെയൊക്കെ പണിണ്ടിരുന്ന. ഇപ്പം ടേസ്റ്റിക്ക് വേണമെന്നാൽ വെങ്കായം എല്ലാം ഇതിൽ പോടില്ല. ഇത് നമുക്ക് ചായത്തോടെ കൂടെ தேவையான கறியோட கூட சர்வ் பண்ணி எல்லாரும் இந்த குழம்பு ட்ரை பண்ணி பாருங்க. നമുക്ക് ആത്തിൽ വെജിറ്റബിൾസ് ഒന്നും ഇല്ലാട്ട് തന്നെ ரொம்ப എളുപ്പം നമുക്ക് തയ്യാർ பண்ணக்கூடிய ഒരു കുഴമ്പും കൂടെ ആക്കും. இந்த வீடியோ பிடிச்சதுன்னா எல்லாரும் லைக் பண்ணுங்க, ஷேர் பண்ணுங்க, சப்ஸ்கிரைப் அது சப்போர்ட் பண்ணுங்க.